അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ തജ്വീദിന്റെ മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. നമുക്കിന്ന് ശരീഅത്തിന്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതണം. വനറാഹു ഖരീബ ലഹുൽ മുൽക്ക് വ അംറുഹു ഇലല്ലാഹ്. അമ്രുഹു ഇലല്ലാഹ്, ഇതാണ് ശരിയുത്തരം. റാഇനെ തർഖീഖ് ചെയ്ത് ഉച്ചരിക്കണം. അല്ലദിർതള അബ്സിർ ബിഹി അൽ ഫുർഖാൻ. അബ്സിർ ബിഹി, ഇതാണ് ശരിയുത്തരം. അലിഫിനെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. സലാം റുഹാ സുബാത്ത. റുഹാ, ഇതാണ് ശരിയുത്തരം. അലിഫ് ലാമിനെ ഇദ്ഗാം ചെയ്ത് ഓതണം. വൽ ഫജ്ർ വൽ അസ്ർ വത്താരിഖ്. വത്താരിഖ് ആണ് ശരിയുത്തരം. റസ്മുൽ ഉസ്മാനിയിലെ ബദലിന് ഉദാഹരണം സ്വലാത്ത്, സ്വലാത്ത്, സലാം. ഈ രണ്ടാമത്തെ സ്വലാത്ത് എന്നുള്ളതാണ് ശരിയുത്തരം. ബാഇനെ മീമിൽ ഇദ്ഗാം ചെയ്ത് ഓതണം. കബ് മാന, ഇതാണ് ശരിയുത്തരം. ചേരുംപടി ചേർക്കുക. റാഇനെ തർഖീഖ് ചെയ്തു. സമീഉൻ ബസീർ, സി, അതാണ് ശരിയുത്തരം. അലിഫിനെ തഫ്ഖീം ചെയ്തു. മർദാത്തില്ലാ, ഇ, അതാണ് ശരിയുത്തരം. വാവിനെ തഫ്ഖീം ചെയ്തു. മസ്തൂർ, എ. ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതി. ബിഹീന, ഇതിൽ ബി ആണ് ശരി. ഹാ ഉൽ ലമീറിനെ നീട്ടാതെ ഓതി. ഡി. ബിഹിൽ അർദ്. ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതേണ്ടത് എപ്പോഴാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതേണ്ടത് മുമ്പും ശേഷവും ഹറക്കത്തുണ്ടെങ്കിലാണ്. ഹാ ഉൽ ലമീറിനെ നീട്ടാൻ പാടില്ല എന്നുള്ളത് മുമ്പോ ശേഷമോ സുക്കൂന് വന്നാൽ. വിട്ട ഭാഗം പൂരിപ്പിക്കുക. റാഇന് കെസ്റുണ്ടെങ്കിൽ റാഇനെ ഡാഷ് ഓതണം. തർഖീഖ് ചെയ്ത് ഓതണം. വിഫാഖ എന്നതിൽ ഫാഇന് ശേഷമുള്ള അലിഫിനെ ഡാഷ് ചെയ്ത് ഓതണം. തർഖീഖ് ചെയ്ത് ഓതണം. കാരണം ഫാ, അതായത് അലിഫിന്റെയും വാവിന്റെയും മുമ്പുള്ള അക്ഷരം ഏതാണെന്ന് നോക്കേണ്ടത്. അലിഫിന്റെ മുമ്പുള്ള അക്ഷരം ഇവിടെ ഫാ ആണ്. ഫാ തർഖീഖ് ആണ്. അപ്പോൾ തർഖീഖ് ചെയ്ത് ഓതണം. അതിന്റെ മുമ്പുള്ള തഫ്ഖീമാണ്. തഫ്ഖീം ചെയ്ത് ഓതണം. ബർ റബ്ബുക്കും എന്നതിൽ ഡാഷിനെ റായിൽ ഇദ്ഗാം ചെയ്തു. ലാമിനെ റായിൽ ഇദ്ഗാം ചെയ്തു. ഹിജ്റ ഡാഷാം വർഷത്തിലാണ് ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ചത്. ഹിജ്റ 12ാം വർഷത്തിലാണ് ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ചത്. ഇദ്ലംതും എന്നതിൽ ഡാഷ് എന്ന അക്ഷരത്തെയാണ് ഇദ്ഗാം ചെയ്തത്. ദാൽ എന്ന അക്ഷരത്തെയാണ് ഇദ്ഗാം ചെയ്തത്. ഹാ ഉൽ ലമീറിന് തൊട്ട് മുമ്പ് ഡാഷ് വന്നാൽ ഹാ ഉൽ ലമീറിനെ നീട്ടാതെ ഓതണം. സുക്കൂന് വന്നാൽ നീട്ടാതെ ഓതണം. ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. ഇല്യാസീൻ, ഇല്യാസീൻ. റസ്മുൽ ഉസ്മാനി ഏത്? ഈ രണ്ടാമത്തതാണ് ശരിയുത്തരം. റസ്മുൽ ഉസ്മാനിൽ രണ്ടാമത്തതാണ് ശരിയുത്തരം. ബി റോഹിൻ യുരീദു അറാദ. ഇതിൽ റാഇനെ തർഖീഖ് ചെയ്തതിന് ഉദാഹരണം യുരീദു എന്നതാണ്. ശംസിയായ ഹർഫുകൾ എത്ര? 14. അലം നഖ്ലുക്കും എന്നതിൽ ഏത് അക്ഷരത്തെയാണ് ഇദ്ഗാം ചെയ്തത്? ഖാഫിനെ. റാഇന് കെസ്ർ ആയതിനാൽ തർഖീഖ് ചെയ്തതിന്റെ ഉദാഹരണം റിജാലുൻ യുരീദു. അങ്ങനെ ഏതും കൊടുക്കാം. റാഇന് കെസ്ർ ചെയ്ത ഉദാഹരണം കൊടുത്താൽ മതി. ഈ ബ്രാക്കറ്റിൽ കാണുന്ന ഈ ചിഹ്നത്തിന് പറയുന്ന പേരെന്താ? യാ ഉസ്സഗീറ. അതുപോലെ തന്നെ വാവും അങ്ങനെ വരലുണ്ട്. വാവു സഗീറ എന്ന് അതിന് പറയല്. അതുപോലെ തന്നെ വാവും അങ്ങനെ വരലുണ്ട്. അതിന് വാവു സഗീറ എന്നാ പറയല്. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. മസീർ എന്നതിൽ റാഇനെ തർഖീഖ് ചെയ്യാൻ കാരണമെന്ത്? സുക്കൂനുള്ള റാഇന് മുമ്പ് സുക്കൂനുള്ള യാ വന്നു. വഇളാമ എന്നതിൽ അലിഫിനെ തഫ്ഖീം ചെയ്യണം. കാരണം തഫ്ഖീമിന്റെ അക്ഷരത്തിന് ശേഷം വന്നതുകൊണ്ട്. തഫ്ഖീമിന്റെ അക്ഷരത്തിന് ശേഷം വന്നതുകൊണ്ട്.
അല്ലെങ്കിൽ തഫ്ഹീമിൻ്റെ അക്ഷരത്തെ നീട്ടാൻ വന്നതുകൊണ്ട് അങ്ങനെയും പറയാം. ഷംസിയായ ഹർഫുകളിൽ നിന്ന് 8 എണ്ണം എഴുതുക. താ, സാ, ദാല്, ദാല്, റാ, ലാമ്, സായ്, ഷീൻ, സീൻ, അങ്ങനെ 14 ടോട്ടലുണ്ട്. അതിൽ 8 എണ്ണം ഇഷ്ടമുള്ളവർ കൊടുത്തതാണ്. ബാക്കി നിങ്ങൾക്ക് പൂരിപ്പിക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഹാ ഉൽ നമീറിനെ നീട്ടി ഓതണം എപ്പോൾ? മുമ്പും ശേഷവും ഹറക്കത്തുണ്ടെങ്കിൽ. ഇദ്ഗാം എന്നാൽ എന്ത്? സാക്കിനായ ഒരു അക്ഷരത്തെ ശേഷം വന്ന ഹറക്കത്തുള്ള അക്ഷരത്തിൽ ചേർത്ത് ഷദ് ചെയ്ത് ഓതുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. യക്ഫുറൂന, യക്ഫുറൂന എന്നതിലുള്ള ഷംസിയായ അക്ഷരങ്ങൾ ഏതെല്ലാം? റാഉം നൂനും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫിന്റെ പല കോപ്പികൾ തയ്യാർ ചെയ്തു. കാരണം മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ഇസ്ലാം വിവിധ നാടുകളിൽ വ്യാപിക്കുകയും ചെയ്തപ്പോൾ. കുറിപ്പെഴുതുക, 5 വരിയിൽ കുറയരുത്. റസ്മുൽ ഉസ്മാനി, റസ്മുൽ ഉസ്മാനിയെ കുറിച്ച് എഴുതാനാണ്. അതിൽ അവസാനത്തെ പാടുണ്ടല്ലോ, റസ്മുൽ ഉസ്മാനിയെ കുറിച്ചുള്ളൊരു പാടുണ്ടല്ലോ, ആ പാഠത്തിൽ ആദ്യം റസ്മുൽ ഉസ്മാനി എന്താണെന്ന് എഴുതാം. ഖുർആന്റെ എഴുത്ത് രീതിക്കാണ് റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്നത്. റസ്മുൽ ഉസ്മാനിയുടെ പ്രധാന നിയമങ്ങൾ 6 എണ്ണമാണ്. അതിലൊന്ന് ഹദഫ്, ഹദഫ് എന്താണെന്ന് വിശദമായിട്ട് ചെയ്ത. അതുപോലെ തന്നെ പിന്നെ സിയാദത്ത്, അക്ഷരത്തെ വർദ്ധിപ്പിക്കുക. ഹദഫ് പറഞ്ഞാൽ അക്ഷരങ്ങൾ ഒഴിവാക്കുക, സിയാദത്ത് പറഞ്ഞാൽ അക്ഷരങ്ങൾ കൂട്ടുക. ഇതിലിപ്പോൾ ഉദാഹരണം നോക്കിയാൽ കാണാൻ പറ്റില്ല. അദ്ബഹന്ന അല്ല അദ്ബഹന്ന ഇതിൽ കൂടിയിട്ടുണ്ടാവും ഉസ്മാനിയിൽ. ഇനി ഒരു അക്ഷരത്തിന് പകരം മറ്റൊരു അക്ഷരത്തെ കൊണ്ടുവരിക, അതിന് ബദൽ എന്ന് പറയല്. സ്വലാത്ത് എഴുതുമ്പോൾ, ഖുറാനിലെ സ്വലാത്ത് എഴുതുമ്പോൾ ഒരു വാവ് കാണാം. അതുപോലെ തന്നെ സക്കാത്ത്, അങ്ങനെയൊക്കെ വാവ് കാണാം. അത് ബദൽ എന്ന് പറയല്. അപ്പോൾ അത് ആ 3 നിയമങ്ങളായിപ്പോൾ. 4-മത്തത് ഹംസ്, ഹംസയുടെ വ്യത്യസ്ത രൂപങ്ങൾ, ഹംസയുടെ വ്യത്യസ്തമായ എഴുത്ത് രീതി, അത് ഒക്കെ ആ ഭാഗത്ത് എഴുതുക. പിന്നെ വസ്ലും ഫസ്ലും, ചേർത്ത് എഴുതലും വിട്ടുപിരിച്ചെഴുതലും. അവസാനത്തെ നിയമം മാ ഫീഹി ഖിറാഅത്താനി ഫകുതിബ ബി ഇഹ്ദാഹുമ, 2 വിധം ഖിറാഅത്തുള്ള പദങ്ങളെ ഒരു ഖിറാഅത്ത് പ്രകാരം എഴുതുക. ഇങ്ങനെ ഈ 6 നിയമങ്ങളും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ആ ഭാഗത്ത് എഴുതിയാൽ അതിന്റെ ഫുൾ മാർക്ക് ലഭിക്കുന്നതാണ്. തഫ്ഹീമുൽ അലിഫി വൽ വാവി, അലിഫിന്റെയും വാവിന്റെയും തഫ്ഹീമിനെ കുറിച്ചാണ് ഇതിൽ 5 വരിയിൽ കുറയാതെ എഴുതേണ്ടത്. അതിനെക്കുറിച്ചൊരു പാഠം തന്നെ നിങ്ങൾക്കുണ്ട്. 4-മത്തെ തഫ്ഹീമുൽ അലിഫി വൽ വാവി. അലിഫിനെയും വാവിനെയും തഫ്ഹീം ചെയ്യേണ്ടതും തർക്കീഖ് ചെയ്യേണ്ടതും എപ്പോഴാണ് നമ്മൾ പഠിച്ചു. തർക്കീഖിന്റെ അക്ഷരങ്ങളെ നീട്ടാൻ വരുന്ന സമയത്ത് അലിഫിനെയും വാവിനെയും തർക്കീഖ് ചെയ്യണം. തഫ്ഹീമിന്റെ അക്ഷരങ്ങളെ നീട്ടാൻ വരുന്ന സമയത്ത് അലിഫിനെയും വാവിനെയും തഫ്ഹീമും ചെയ്യണം. ഇതാണ് അതിൽ കാര്യമായിട്ട് പറയാനുള്ളത്. ആ ഉദാഹരണ സഹിതം അത് എഴുതിയാൽ നിങ്ങൾക്കതിന് പൂർണ്ണമായിട്ടുള്ള മാർക്ക് ലഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.